ഹായ് നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വാസ്തുഗ്രഹത്തിൻ്റെ ഈ യാത്ര നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് വാസ്തുവിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വാസ്തുവിനെക്കുറിച്ച്. വിഷയങ്ങളെന്ന് പറയുമ്പം ഒരു പർട്ടിക്കുലർ നമ്മളൊരു കാര്യം എടുത്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സബ്ജക്റ്റിലേക്ക് പോവുക. ഇങ്ങനെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 400ഓളം വീഡിയോ ഇതിനകത്ത് ഈ വാസ്തുഗ്രഹം എന്ന ചാനലിലുണ്ട്. നിങ്ങളെല്ലാം സ്ഥിരമായി കാണുന്നവരുണ്ട്, പുതിയ ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 400ഓളം വീഡിയോ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ളൊരു സംഭവം എനിക്കിപ്പോൾ തോന്നിയൊരു ആശയം എന്ന് പറയുന്നത്, നമ്മൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഒറ്റ വീഡിയോയിൽ നിർത്താതെ അതൊരു സെറ്റ് ഓഫ് ടോക്സ് അല്ലെങ്കിൽ കാര്യം വാസ്തു വളരെ വിശാലമായ ഗഹനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നമ്മൾ തന്നെ ഒരു ട്രിറ്റീസ് എന്നോ ശാസ്ത്രമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായിട്ടാണ് ഒരു വിഷയത്തിനെ വാസ്തു എപ്പോഴും നോക്കിക്കാണുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഒരു മുറിയുടെ സ്ഥാനം നമ്മൾ വാസ്തുവിൽ പറയുകയാണെങ്കിൽ അതിന് പലതരത്തിലുള്ള വീക്ഷണകോണുകളിലൂടെ വാസ്തു കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊരു ഒറ്റ വീഡിയോയിൽ ചിലപ്പോൾ അവതരിപ്പിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. വാസ്തു ജ്ഞാനധാര എന്നാണ് ഞാൻ ആ സീരീസിൻ്റെ പേര് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു സബ്ജക്റ്റിനെ വെച്ചിട്ട് ഒരു സെറ്റ് ഓഫ് വീഡിയോ. അപ്പം നമ്മളൊരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് ഒരു വീഡിയോയിൽ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് അത് 2, 3, 4 അങ്ങനെ ഒരു 10ഓളം വീഡിയോസ് ചേർന്നതായിരിക്കും ഒരു ടോപ്പിക്കിലെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വാസ്തു ജ്ഞാനധാരയിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് കാർ പോർച്ചിൻ്റെ സ്ഥാനമാണ്. കാര്യം ഇപ്പോൾ ഒരു മോഡേൺ ആർക്കിടെക്ചറിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് കാര്യം നമ്മൾ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുശാസ്ത്രം ഉണ്ടായ സമയത്ത് ഒരിക്കലും അന്ന് ഇത്തരം വെഹിക്കിൾസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഈ രഥമെന്നോ അല്ലെങ്കിൽ നമ്മളിപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു പോവാം. പക്ഷേ സ്ഥാനം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കാറ് വേറെ പണ്ട് വാസ്തു എഴുതപ്പെട്ട സമയത്ത് കാറെന്നുള്ള വിഷയം നമുക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് കാറിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ കാർ പോർച്ച് എന്ന് പറയുമ്പോൾ വാസ്തുവിൽ എങ്ങനെയാണ് അത് നമ്മൾ തീരുമാനിക്കുന്നതെന്നുള്ളൊരു വലിയൊരു ഡിസ്കഷൻ ടോപ്പിക്കാണ്. അപ്പോൾ അതിന് വാസ്തു എന്ത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന സ്ഥാനത്ത് കാർ പോർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് കാർ പോർച്ചിൻ്റെ വാസ്തു. അപ്പോൾ കാർ പോർച്ചിൻ്റെ വാസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് 3 രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും. ഒന്ന്, ഇപ്പോൾ ക്ലാസിക്കലായിട്ടുള്ള വാസ്തു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ദിശ, പദവിന്യാസം, തുറസായ സ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള കുറേ അതിൻ്റെ ഭാരവിന്യാസം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കാർ പോർച്ചിൻ്റെ സ്ഥാനം കൽപ്പിക്കേണ്ടത്. പക്ഷേ അത് മാത്രം നോക്കിയാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വരുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതായിട്ടുള്ള പുതിയ കാര്യങ്ങൾ കണ്ടംപററി വാസ്തു പ്രാക്ടീസ് ഉണ്ട്. കണ്ടംപററി വാസ്തു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ആ സ്ലോപ്പ് കിടക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് വണ്ടി നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത്, പ്രവേശനം, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കാർ പോർച്ചിൻ്റെ സ്ഥാനം നിശ്ചയിക്കേണ്ടത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കിടെക്ചറലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള, അതായത് ടേണിംഗ് റേഡിയസ് എന്നൊക്കെ നമ്മൾ പറയും. വണ്ടി എങ്ങനെ വളഞ്ഞ് വീട്ടിനകത്തോട്ട് കയറണം, തിരിച്ചിറങ്ങുന്നത് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നമ്മൾ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ആക്സസുമായിട്ട് ഇതൊക്കെ ആർക്കിടെക്ചറൽ പ്രിൻസിപ്പിളാണ്. ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ കാർ പോർച്ചിൻ്റെ സ്ഥാനം തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ പഴയതുപോലെ അല്ല. ഇപ്പം EV സ്റ്റേഷൻസ്, അതായത് EV ചാർജിങ് ഒക്കെ നമുക്ക് വന്ന് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഒരുപാട് വരികയും EV ചാർജിങ് ഒക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചാർജർ വയ്ക്കണം. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഒരു യൂസ് കറക്റ്റായിട്ട് കാർ പോർച്ചിൽ വരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കാർ പോർച്ചിൻ്റെ സ്ഥാനം നിർവചിക്കേണ്ടത്, നമ്മളതിനെ വളരെ വിശദമായിട്ട് ചിന്തിച്ച് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ സീരീസിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു സ്ഥാനത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാർ പോർച്ചിൻ്റെ ഏറ്റവും നല്ല ഹൈലി പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ. നോർത്ത് വെസ്റ്റാണ് കാർ പോർച്ചിൻ്റെ ഏറ്റവും നല്ല സ്ഥാനമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ, പണ്ട് നമ്മുടെ തുടക്കത്തിലുള്ളൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിളിൽ കാണുമ്പോൾ നോർത്ത് വെസ്റ്റിൽ എന്തുകൊണ്ട് കാർ പോർച്ച് കൊടുക്കണം എന്നുള്ളതാണ് വാസ്തുവിൻ്റെ പെർവ്യൂവിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആയിട്ടുള്ളൊരു സോണാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു സോണായിട്ടാണ് വാസ്തു കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹൈലി പ്രിഫേർഡ് ആയിട്ട് നമ്മൾ വിചാരിക്കുകയും
നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ഫ്രീക്വൻ്റ്ലി വെഹിക്കിൾ വന്നും പോയും ഇരിക്കണം എന്ന നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ ആ ചലനാത്മകമായിട്ടുള്ളൊരു ഏരിയ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ചലനം, യാത്ര, വരവ്, പോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല സ്ഥാനമായിട്ട് നമുക്ക് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന വായുകോൺ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു താൽക്കാലിക, അതുപോലെ നമ്മൾ ശരിക്കും നോർത്ത് വെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും താൽക്കാലിക താമസം എന്ന് നമ്മൾ പറയും. താൽക്കാലിക താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അവിടെ കിടന്നു പോകരുത്. നമുക്ക് അത് മൂവ് ചെയ്ത് പുറത്ത് പോയി വീണ്ടും വന്ന് ഡൈനാമിക് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ചില സ്ഥാനങ്ങളിൽ ഒരിക്കലും വെഹിക്കിൾ നമ്മൾ പാടില്ല എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അവിടെ കിടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അത് അതിന് എന്തെങ്കിലും പ്രശ്നം വരികയൊക്കെ ചെയ്യുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചില സ്ഥാനങ്ങൾ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നത്. പക്ഷേ നോർത്ത് വെസ്റ്റ് എന്നുള്ള സ്ഥാനം ഏറ്റവും ഹൈലി പ്രിഫേർഡ് ആയിട്ടുള്ളൊരു സ്ഥാനമായതുകൊണ്ട് തന്നെ ആ സ്ഥാനം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നോർത്ത് വെസ്റ്റ് പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീടിൻ്റെ ദർശനം കണക്കിലെടുക്കുമ്പോൾ ഈസ്റ്റ് ദർശനമുള്ളൊരു വീടാണെങ്കിൽ നോർത്ത് വെസ്റ്റ് സ്വാഭാവികമായിട്ടും അതിൻ്റെ സൈഡ് ബാക്ക് ഭാഗത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നോർത്ത് വെസ്റ്റ് അവിടെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും. അതുപോലെ തന്നെ നോർത്ത് ഫ്രണ്ടിൽ വന്നാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നോർത്ത് വെസ്റ്റ് സൈഡിലേക്ക് നമുക്ക് അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. വെസ്റ്റ് ഫ്രണ്ടിൽ വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ ഈസ്റ്റ് ഫ്രണ്ടിലേക്ക് വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഫ്രണ്ടിലേക്ക് വരുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതൊരു ചാലഞ്ചായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് സ്ഥാനത്ത് കാർ പോർച്ച് കൊടുക്കാം? ഓരോ ദർശനത്തിനും നമുക്ക് അതിൻ്റേതായിട്ടുള്ള തനത് സ്ഥാനങ്ങൾ കാർ പോർച്ചിന് കൽപ്പിക്കാവുന്നതാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, ഇപ്പോൾ യൂട്ടിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പം സ്ക്വയർ ഫീറ്റ് മാക്സിമം സേവ് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് സേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലപ്പോഴും കാർ പോർച്ച് വീടിൽ നിന്ന് മാറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാർ പോർച്ച് വീടിൽ നിന്ന് മാറി കൊടുക്കുകയാണെങ്കിൽ ഈ പ്രത്യേക സ്ഥാനങ്ങൾ നിങ്ങളൊന്ന് ക്ലിയറായിട്ട് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം നമുക്കൊരു സൗകര്യപൂർവ്വം ഒരു സ്ഥലത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ വീടിനോട് ചേർക്കുമ്പോൾ ഈ സ്ഥാനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് സ്ഥാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നോർത്ത് വെസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് നമുക്ക് പോവാം, ബാക്കി അടുത്ത വീഡിയോയിൽ.